എല്ലാം തികഞ്ഞ മനുഷ്യന്മാരെ സ്നേഹിക്കാനും കൂടെ ജീവിക്കാനും വളരെ എളുപ്പമായിരിക്കും. പക്ഷെ ഈ ഭൂമിയിൽ നിന്ന് കിട്ടില്ല. പെർഫെക്ഷനുള്ള മനുഷ്യരാണ് എന്ന് നമുക്ക് തോന്നുന്ന അനേകം മനുഷ്യരിലേക്ക് നമ്മുടെ കൊതികൾ പായും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മൾ എത്ര മനുഷ്യരെയാണ് കാണുന്നത്? ഇപ്പോൾ ഒരു ദമ്പതികളായി ജീവിക്കുന്ന ആളുകൾ എത്ര ദമ്പതികളെ അവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ടാവും? വളരെ കുറച്ച് ആളുകളല്ലേ കാണുന്നുള്ളൂ. കുടുംബത്തിലുള്ള കുറച്ച് ആളുകൾ, നാട്ടിലുള്ള കുറച്ച് ആളുകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഇന്നോ ഭൂമിയിൽ എവിടെയുമുള്ള ദമ്പതികളെ ഇവർക്ക് കാണാം, ഭൂമിയിൽ എവിടെയുള്ള മനുഷ്യരെ കാണാം, അവരുടെ ജീവിതത്തെ കാണാം, അവരുടെ ആനന്ദങ്ങളെ കാണാം, അവർ ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നുവെന്ന് കാണാം. അപ്പം നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവുക? നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകുന്ന ചില നിരാശകളുണ്ട്. ആ നിരാശ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സന്തോഷം നഷ്ടപ്പെടുന്ന വലിയ ആഘാതങ്ങളുണ്ട്. ഇന്ന് ലോകം അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണത്. മലയാളത്തിൽ അപ്പുണ്ണി എന്ന പേരിലൊരു സിനിമയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സിനിമയാണ്. സത്യൻ അന്തിക്കാടിൻ്റെ ഒരു സിനിമയാണ്. സിനിമയുടെ പേരാണ് അപ്പുണ്ണി. പറ്റുമെങ്കിലൊന്ന് കാണണേ. കുറേ മുമ്പുള്ളൊരു സിനിമയാണ്. ആ സിനിമ ശരിക്കും VK ആണിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഒരു നോവലോ മറ്റോ ആണ്. അത് സിനിമ ഏതാണ്? അതെന്താണെന്നറിയോ? അപ്പുണ്ണി എന്നൊരു കഥാപാത്രമുണ്ട്. നെടുമുടി വേണു അഭിനയിച്ചൊരു കഥാപാത്ര അപ്പുണ്ണി. അപ്പുണ്ണിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അപ്പുണ്ണിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പുണ്ണിയുടെ ഡീലിങ്സ് ഒന്നും അത്ര നല്ലതായിട്ട് തോന്നില്ല. അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒരു സാധാരണ മനുഷ്യൻ്റെതായ സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അയാൾക്കൊരു മുറപ്പെണ്ണുണ്ട്, അമ്മു എന്നാണ് അവളുടെ പേര്. അപ്പുണ്ണിക്ക് അമ്മുവിനെ നൽകുമെന്നത് എത്രയോ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. അതാണ് സിനിമയുടെ തീം. അമ്മു അപ്പുണ്ണിക്കുള്ളതാണ്, അത് മാറൂല. പക്ഷേ അതിനിടയ്ക്കാണ് ഒരു മാഷ് അങ്ങോട്ട് ജോലിക്ക് വരുന്നത്. മോഹൻലാലിൻ്റെ കഥാപാത്ര മാഷ് വരുന്നു. മാഷിൻ്റെ ഡീലിങ്സൊക്കെ വളരെ പെർഫെക്ഷനാണ്. മാഷിൻ്റെ സ്വഭാവം, മാഷിൻ്റെ രീതികൾ, ഇതൊക്കെ ഭയങ്കര ആകർഷകമാണ്. എല്ലാവർക്കും മാഷോട് ഇഷ്ടം തോന്നും. ആ ഇഷ്ടം അമ്മുവിനും തോന്നി. അമ്മുവിന് മാഷോട് പ്രണയമായി, മാഷിക്ക് അമ്മുവിനോടും പ്രണയമായി. അവർ തമ്മിൽ തീവ്രമായൊരു പ്രണയത്തിലെത്തുകയും അത് കല്യാണാലോചനയിലേക്ക് വരെ നീളുകയും അമ്മുവിന് മാഷ് മതി എന്ന തീരുമാനത്തിലെത്തുകയും കല്യാണം ഉറപ്പിക്കുകയും അവസാന നിമിഷം മാഷെ കാണാതാവുകയും ചെയ്യുകയാണ്. അമ്മുവിന് അവസാനം അപ്പുണ്ണിയെ തന്നെ കിട്ടുന്നു. അപ്പുണ്ണിയുടെ കൂടെ പിന്നീടുള്ള കാലം ജീവിക്കുന്നതാണ് സിനിമ. പക്ഷേ ഇത് അന്നിറങ്ങിയ ഒരു സിനിമയാണ്. ഇന്ന് കുറച്ചുകൂടെ ഇതിന് സാധ്യതകളുണ്ട് എന്ന് തോന്നുന്നു. ഈ മാഷെപ്പോലെ നമുക്ക് തോന്നുന്ന കുറേ ആളുകൾ ലോകത്തുണ്ടാവും. അപ്പുണ്ണിയെപ്പോലൊരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതാരാവട്ടെ, നമ്മുടെ സുഹൃത്താവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ മാതാപിതാക്കളാവട്ടെ, നമ്മുടെ ഇണയാവട്ടെ, ആരാവട്ടെ, അവർ സാധാരണ മനുഷ്യൻ്റെ സംഘർഷങ്ങളുള്ള ഒരാളാണ്. എപ്പോഴും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ആളൊന്നുമല്ല. പല രീതിയിലുള്ള പ്രത്യേകതകളുള്ള ആളാണ്. ഓരോ ആളും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഓരോ രീതിയിലാണ്. ചില ആളുകൾക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ കെയറിങ് ആണ്. കെയർ ചെയ്യേണ്ട സമയത്ത് അത് കെയർ ചെയ്തിരിക്കും. എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ ആകർഷകമായി പെരുമാറാനൊന്നും കഴിയണമെന്നില്ല. നമ്മുടെ കൂടെ ഉള്ളത് അപ്പുണ്ണിയാണ്. നമ്മുടെ കൂടെയുള്ള മനുഷ്യർ അപ്പുണ്ണിമാരാണ്. മാഷന്മാരെ നമ്മൾ കുറേ കാണും, സോഷ്യൽ മീഡിയയിൽ കാണും, ചുറ്റുവട്ടത്ത് കാണും. ഓരോരോ ആളുകളുടെ ഇടയിൽ നിന്ന് മാഷന്മാരെയൊക്കെ നമ്മൾ കണ്ടിരിക്കും. പക്ഷെ മാഷ് ഒരു സത്യമല്ല, ഇല്യൂഷനാണ്. അതൊരു യാഥാർത്ഥ്യമല്ല, അത് ഇല്യൂഷനാണ്. മാഷ് ഒരാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാഷും അപ്പുണ്ണിയായിട്ട് മാറും. മാഷ് ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ മാഷും അപ്പുണ്ണിയാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ മനുഷ്യനും അപ്പുണ്ണിയാണ്. അവർ സ്വാഭാവിക മനുഷ്യരാണ്. സാധാരണ നമ്മളിങ്ങനെ പറയില്ലേ, നമ്മുടെ സുഹൃത്തുക്കളെ അതല്ലെങ്കിൽ കുടുംബക്കാരെയൊക്കെ തിരിച്ചറിയാനുള്ള വഴി എന്താണ്? ഇപ്പം നമ്മുടെ കയ്യിൽ നല്ല പൈസയും അംഗീകാരവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വരും. ഒരു കാലത്ത് നമ്മളെ ഉപേക്ഷിച്ചവരും നമ്മളെ തേടി വരും. പക്ഷെ സാധാരണ നമ്മൾ പറയും, നമ്മളിങ്ങനെ പൈസയൊന്നുമില്ലാതെ പരാജിതനായി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കൂട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ നമുക്ക് മനസ്സിലാവുക. എനിക്കങ്ങനെയല്ല തോന്നുന്നത്. നമുക്ക് മനുഷ്യന്മാരെ അറിയാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ?
നമ്മുടെ ജീവിതത്തിൽ ഒരു അബദ്ധം വന്നുപോയി, നമ്മളൊരു തെറ്റ് ചെയ്തു പോയി. ഒരുപക്ഷെ അബദ്ധമായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു തെറ്റ് ചെയ്തു പോയി. മനുഷ്യരായ മനുഷ്യർ മുഴുവനും നമ്മളെ കുറ്റപ്പെടുത്തും, എല്ലാവരും നമ്മളെ കൈവിടും. അപ്പോഴും നമ്മളെ കൈവിടാതിരിക്കുന്നൊരു മനുഷ്യനുണ്ടോ? ആ മനുഷ്യനാണ് നമ്മുടെ മനുഷ്യൻ. നമ്മൾ ചെയ്ത തെറ്റിൻ്റെ കൂടെയല്ല, നമ്മുടെ കൂടെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത ഒരാളാണ്. ആത്മഹത്യയിലൂടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകേണ്ട ആളൊന്നും ആയിരുന്നില്ല അവൻ, അത്രയും മഹത്വമുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അവൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവൻ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ഉണ്ട്. അവന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആർക്കും കാണാത്ത വിധത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? ചില കുഴികളിലേക്കൊന്നും വീണു പോകരുത് എന്ന താക്കീത് ആ വീഡിയോയിൽ അവൻ എനിക്കും പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ടാണ്, ചില കുഴികളിലേക്കൊന്നും വീണു പോകരുത് കേട്ടോ. ആ വീഡിയോയിൽ അവനിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അവൻ്റെ അടുത്ത് ഒരബദ്ധം വന്നുപോയി, അല്ലെങ്കിൽ ഒരു തെറ്റ് വന്നുപോയി, അവനൊരു തെറ്റ് ചെയ്തു. എല്ലാവരും അവനെ കൈവിട്ടു. എല്ലാവരും അവനെ കൈവിട്ടതല്ല അവൻ്റെ പ്രശ്നം, അവൻ്റെ ഉമ്മി കൈവിട്ടു എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. അത് പറഞ്ഞപ്പോൾ മാത്രമാണ് അവൻ കരഞ്ഞു പോയത്. ഉമ്മി പോലും എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞിട്ടാണ് അവൻ കരഞ്ഞു പോണത്. ആ ഒറ്റ വേദനയുടെ ആഘാതം കൊണ്ടാണ് ആത്മഹത്യയെക്കുറിച്ച് അവൻ ചിന്തിക്കുകയും ഇവിടുന്ന് പോവുകയും ചെയ്തത്. ഇവിടെ കുറേ ആണുങ്ങൾ ഇരിക്കുന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന കുറേ ആണുങ്ങളില്ലേ? നിങ്ങൾ അവരോടൊക്കെ ചെന്നിട്ട് ഇപ്പോൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ഇപ്പോഴത്തെ സങ്കടം എന്താണ്? ഇപ്പം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാവും ഉള്ളിൽ, അതെന്താണ് എന്ന്. ഇപ്പം പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവും ഉള്ളിൽ, അതെന്താണ് എന്ന് ചോദിച്ചു നോക്കൂ. മിക്കവാറും അത് അവരുടേതായിരിക്കുകയില്ല. ആ പ്രശ്നം അനിയത്തിയുടെ ഭർത്താവിൻ്റേതായിരിക്കും, അമ്മായിയുടെ കുട്ടിയുടേതായിരിക്കും, അളിയൻ്റേതായിരിക്കും, അനിയൻ്റേതായിരിക്കും, ജ്യേഷ്ഠൻ്റെ മോൻ്റെതോ മോളുടേതോ ആയിരിക്കും. ഇങ്ങനെ വേറെ ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ സ്വയം ഉരുകുന്ന മനുഷ്യർക്ക് നമ്മൾ പറയുന്ന പേരാണത്. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. അതിൽ അദ്ദേഹം ഒരു അച്ഛനെ കുറിച്ച് പറയാ. അതിങ്ങനെ പറഞ്ഞ് അവസാനം പറയണത് എന്താണെന്നറിയോ? ഭൂമിയിലെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ് പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ്. ഒരു സമയം കഴിഞ്ഞാൽ അയാളെ ആർക്കും വേണ്ട, അയാളുടെ മക്കൾക്ക് പോലും അയാളെ വേണ്ട, അയാളുടെ കുടുംബത്തിൽ പോലും അയാൾ ആരുമല്ലാതായി തീർന്ന് ഇങ്ങനെ സ്വയം ഉരുകി അയാളിങ്ങനെ പതുക്കെ അന്യത്വത്തിലേക്ക് ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ: മുറ്റത്തെ മുല്ലമരത്തിൻ്റെ ചെടി, മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ചൂലായി മൂലയ്ക്കലിരിക്കുന്നത് പോലെ അയാളുടെ നല്ല കാലം മുഴുവനും വേറെ ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ ഊറ്റി പതുക്കെ ഒരു ചൂലായി ഇങ്ങനെ തിരസ്കരിക്കപ്പെടുന്നത് പോലെയുള്ള ഭൂമിയിലെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ് പുരുഷൻ. അതാ, പുരുഷന്മാർ പൊതുവെ ഒന്നും പറയൂല, ഒന്നും ഷെയർ ചെയ്യൂല. അവർക്ക് സുഹൃത്തുക്കൾ പോലും സങ്കടങ്ങൾ ഷെയർ ചെയ്യാനുള്ളതല്ല അല്ലേ? സ്ത്രീകൾക്ക് പൊതുവെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനുള്ളതാണ്. പുരുഷന്മാർക്ക് അവരുടെ സങ്കടങ്ങൾ മറക്കാനുള്ളതാണ്. അവിടെ സങ്കടമൊന്നും അങ്ങനെ പറയൂല. ചങ്ങാതിമാരെന്തിനാ ആണുങ്ങൾക്ക് അവരുടെ സങ്കടങ്ങൾ മറക്കാനുള്ളതാണ്. പിന്നെ അവിടെ സങ്കടം പറയൊന്നുമില്ലല്ലോ. അതാരോടും പറയാതെ വിങ്ങി നിൽക്കുന്ന മനുഷ്യന്മാരാ. ഉള്ളിലെ സ്നേഹം പോലും പറയൂല അല്ലേ? നിങ്ങളുടെ മനസ്സിലൊരാൾ വന്നില്ലേ? ഇപ്പോൾ വന്നില്ലേ? പറയാതെ പോയ സ്നേഹത്തിൻ്റെ ഒരു രൂപം മനസ്സിൽ വന്നില്ലേ? പ്രകടിപ്പിക്കാതെ പോയ ഉള്ളിലെ നിറഞ്ഞ സ്നേഹത്തിൻ്റെ അനേക രൂപങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോകും. പറയാതെ പോകുന്നവരാ. എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയോ? ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളാണ്. നല്ല സൗകര്യത്തിൽ, കുറച്ചൊക്കെ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല കേട്ടോ.
പക്ഷെ അവർക്കും ഇങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടാവും. നാട്ടിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രമായിരിക്കും, നല്ല അത്തറൊക്കെ പൂശിയിട്ടുള്ള വരവായിരിക്കും. നാട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴോ അപ്പോഴും നല്ല വസ്ത്രം തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ എത്തുമ്പോഴോ വിയർത്ത് കുളിച്ചു നിൽക്കുന്ന ആ അച്ഛനെ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല. ആരെയൊക്കെയോ പേടിക്കേണ്ടി വരുന്ന, ഓരോ മാസത്തിൻ്റെയും അവസാനം ആർക്കൊക്കെയോ കണക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന, ഓരോ കണക്കും പൂർത്തീകരിക്കാൻ വേണ്ടി ഓടി അലയുന്ന, വിയർത്ത് കുളിക്കുന്ന, അങ്ങനെ ക്ഷീണിതനാകുന്ന അച്ഛനെ ആ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല. പടച്ചോൻ പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ആരാണ് പ്രവാചക തിരുമേനി? മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള ഒരാളെയാണ് പ്രവാചകത്വം ഏൽപ്പിക്കുക. അതാണ് പ്രവാചകൻ. ആ പ്രവാചകനോട് പടച്ചോൻ പറയണത് എന്താണെന്നറിയോ? പ്രവാചകരെ, കാരണം പ്രവാചകൻ വിചാരിക്കുന്നത് പ്രവാചകനായി നിയോഗിതനാകുമ്പോൾ ഞാൻ പറയണത് എല്ലാവരും കേൾക്കും എന്നായിരിക്കും നബി തിരുമേനി വിചാരിച്ചിട്ടുണ്ടാവുക. കാരണം അത്രയും വലിയ അംഗീകാരമുള്ള ആളാ. എല്ലാവരും എന്താ വിളിക്കുകയെന്നറിയോ? വിശ്വസ്തനായ ആൾ എന്നാ വിളിക്കുക. വിശ്വസ്തനായ മനുഷ്യൻ എന്ന് നാട്ടുകാർ മുഴുവനും ഓമന പേര് കൊടുത്തിട്ടുള്ള ആളാ. അപ്പം നബി തിരുമേനി വിചാരിച്ചു, ഞാൻ പറയണത് ആളുകൾ കേൾക്കുമല്ലോ, എന്നെ അവർക്ക് അത്രയും ഇഷ്ടമല്ലേ. അപ്പം ഞാനൊരു പ്രവാചകനായാൽ അപ്പോൾ ഞാൻ പറയുന്നതും ആളുകൾ കേൾക്കുമല്ലോ. പക്ഷെ ആളുകൾ കേട്ടില്ല. വിശ്വസ്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഭ്രാന്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു, ആക്ഷേപിച്ചു, കൈവിട്ടു. അതിനെക്കുറിച്ചാണ് പടച്ചോൻ പറയുക. എന്താ പറയണമെന്നറിയോ? പ്രവാചകരെ, നിങ്ങളെ വിശ്വസിക്കുമെന്ന് വിചാരിച്ച മനുഷ്യർ നിങ്ങളെ എങ്ങാനും കൈവിട്ടാൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കും. പടച്ചോൻ പറഞ്ഞതടാ. ആരോട്? പ്രവാചക തിരുമേനിയോട്. പ്രവാചകരെ, നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള മനുഷ്യർ നിങ്ങളെ എങ്ങാനും കൈവിട്ടാൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകും. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യദ്ഉ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ കഹ്ഫിലാണ്. നമുക്കൊരു തെറ്റ് വന്നുപോയി, എല്ലാവരും നമ്മളെ കൈവിട്ടു. അപ്പോഴും പ്ലീസ് കം ബാക്ക് എന്ന് പറയുന്നൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആകാശത്തിൻ്റെ ചുവട്ടിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണത്. പ്ലീസ് കം ബാക്ക്, തിരിച്ചു വരൂ. വലിയ വലിയ ക്രൈമൊക്കെ ചെയ്ത ആളുകളുടെ വീടുകളിലേക്ക് പത്രക്കാർ ചെല്ലുന്നത് കണ്ടില്ലേ? എന്നിട്ട് അവരോട് ചോദിക്കും മകൻ ചെയ്ത തെറ്റിനെക്കുറിച്ച്, അല്ലെങ്കിൽ മകൾ ചെയ്ത തെറ്റിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ പറയും, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തില്ല. അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയും, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകനില്ല എന്ന് പറയും. അത് പറയാൻ എന്തിനാണ് അവരുടെ ആവശ്യം? അത് നാട്ടുകാർ മുഴുവൻ പറയണില്ലേ? ഒരാളെങ്കിലും കൈവിടാതെ ഈ ഭൂമിയിൽ ബാക്കി വേണ്ടേ ഇയാൾക്ക് തിരിച്ചു വരാൻ? വേണ്ടേ? ഒരാളെങ്കിലും ഇയാൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ വേണ്ടേ? എന്തുകൊണ്ടായിരിക്കും വിശുദ്ധ ഖുർആൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മനുഷ്യർ തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊരു മനുഷ്യനാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഇടക്കിടക്ക് പ്ലീസ് കം ബാക്ക് എന്ന് പറയേണ്ടി വരും. എൻ്റെ കയ്യിലുള്ളതൊരു ഗ്ലാസ്സാണ് കേട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ കുട്ടികളോട്? അത് സ്വർണ്ണമാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയില്ലേ? അത്രയും കെയർ ചെയ്യണം കേട്ടോ അത്. ഇതേപോലെ പഠിച്ചോൻ കല്യാണം കഴിക്കുന്ന രണ്ടാളുകളോട് പറയാ, ഇതൊരു മനുഷ്യനാണ് കേട്ടോ, മിൻ അൻഫുസിക്കും. ആകാശത്തിൽ നിന്ന് വന്ന മാലാഖയൊന്നും അല്ല കേട്ടോ ഇതൊരു മനുഷ്യനാണ്. മനുഷ്യൻ്റേതായ എന്തെല്ലാം സ്വാഭാവികതകളുണ്ടോ ആ സ്വാഭാവികതകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും കേട്ടോ. അതൊക്കെ കാണേണ്ടി വരും കേട്ടോ. അതൊക്കെ അറിയേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ഏതൊരു മനുഷ്യനും, നമ്മളീ കാണുന്ന മനുഷ്യനല്ലല്ലോ, അയാൾ രൂപപ്പെട്ട ഒരു കാലമുണ്ട്. അയാൾ പെരുമാറുന്ന രീതിക്ക് പോലും അയാളുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പോലും കാരണമാണ്. അയാളുടെ ആധികൾ,
പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പേടികൾ, വിട്ടുമാറാത്ത ആകുലതകൾ, അയാളുടെ സ്വഭാവ രീതികൾ, അയാളുടെ പെരുമാറ്റം. വളരെ കുറച്ച് ആളുകൾക്കൊക്കെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ അധിക മനുഷ്യരും, നമ്മൾ കണ്ടുമുട്ടുന്ന അധിക മനുഷ്യരും അവരുടെ കുട്ടിക്കാലത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകങ്ങളിൽ എന്നെ വിട്ടുമാറാത്തൊരു പുസ്തകമുണ്ട്. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക, വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പുസ്തകമാണ് പറയുക. അങ്ങനെ ഒരു പുസ്തകം ജയമോഹൻ എന്ന ഒരു തമിഴ് എഴുത്തുകാരനാണ്, തമിഴിലും മലയാളത്തിലും എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് ആ പുസ്തകം വായിക്കണം. പുസ്തകത്തിൻ്റെ പേര് 100 സിംഹാസനങ്ങൾ എന്നാണ്. ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, നമുക്ക് മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും സ്നേഹം തോന്നും എന്നതാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യനോട് നമുക്ക് അയാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തോന്നില്ല എന്നുള്ളതാണ് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫീൽ. അതാണ്. ഷൂസെ സിരമാവോ എന്നൊരു എഴുത്തുകാരനുണ്ട്, വളരെ പ്രസിദ്ധനായൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നത് 70 വയസ്സൊക്കെ കഴിയുന്ന ആ സമയത്ത്. ആ ആത്മകഥയിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. 7ാമത്തെ വയസ്സിൽ നടന്ന ഒരു സംഭവം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറണം എന്നായിരുന്നു. കുതിര സ്വന്തമായിട്ടുള്ള ഒരാളോട് ചെന്നിട്ട് അദ്ദേഹം ആഗ്രഹം പറഞ്ഞു. അയാൾ കുതിരപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് ആ കുട്ടിയെ അപമാനിച്ചു. അവൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ അപമാനിച്ചു. അതാണ്. കയറാൻ കഴിഞ്ഞില്ല. പക്ഷേ 71ാമത്തെ വയസ്സിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം പറയാ, ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് ഉണങ്ങാതെ. അന്ന് കിട്ടിയ മുറിവേ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ, എത്ര റെസ്പെക്റ്റ്ഫുള്ളി അവർ വളർത്തപ്പെട്ടു എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ ജീവിതത്തെ ആകെയും നിശ്ചയിക്കുന്നത്. എത്ര ആദരവോടെ ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ കുടുംബത്തിലും പ്രിയപ്പെട്ടവരുടെ ഇടയിലും ആ കുഞ്ഞ് വളർത്തപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് നേരത്തെ സർ ഇവിടെ പറഞ്ഞത്. ദുൽഖർ സൽമാൻ മലയാളത്തിലെ പ്രിയപ്പെട്ട അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ വെറുതെ ഒഴുക്കിൽ അങ്ങോട്ട് പറഞ്ഞു പോയൊരു വാക്കാണ്. പക്ഷെ ആ വാക്കില്ലേ, വല്ലാത്തൊരു വാക്കാണ്. ദുൽഖർ സൽമാൻ്റെ വാപ്പ ആരാണെന്ന് നമുക്കൊക്കെ അറിയാലോ. അദ്ദേഹം ഏത് തരത്തിലുള്ള ഒരു ഫീൽഡിലാണ് 10-40 കൊല്ലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാലോ. ആ വാപ്പയെക്കുറിച്ച് ആ മകൻ പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം പറയാ, എനിക്ക് തലകുനിക്കേണ്ട രീതിയിൽ എൻ്റെ വാപ്പയുടെ അടുത്ത് നിന്ന് ഒരു കാര്യം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അപമാനിതനാകും വിധം, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ അപമാനിതനാകും വിധം, എൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ ഞാൻ അപമാനിതനാകും വിധം എൻ്റെ വാപ്പയിൽ നിന്ന് ഇതുവരെ ഒരു കാര്യവും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പത്മശ്രീയും നാഷണൽ അവാർഡുകളുമൊക്കെ കിട്ടിയതിനേക്കാളും മമ്മൂട്ടി എന്ന മനുഷ്യന് ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും അത്. നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ഒരു സംശയവുമില്ല, നല്ല ഓർമ്മകളാണ്. അതാ, ബൈബിളിലൊരു സ്റ്റോറിയുണ്ട്. ഒരു വലിയ രാജാവിനെക്കുറിച്ച് ഒരു പ്രവാചകൻ കാണുന്ന ഒരു ദർശനമാണ്. സ്റ്റോറി എന്ന് പറഞ്ഞുകൂടെ ഒരു ദർശനമാണ്. അതെന്താണെന്നറിയോ? ആ രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുക. ശില്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നല്ല കട്ടിയുള്ള ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇരുമ്പ് കൊണ്ടൊക്കെയാണ് നിർമ്മിക്കുന്നത്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ആ കട്ടിയുള്ള ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഓക്കെ. പക്ഷെ ഒരവയവം മാത്രം നിർമ്മിക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, ഏറ്റവും ദുർബലമായ കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഏതാണെന്നറിയോ? കാൽപാദം, ഫീറ്റ്.
ശരിക്കും കാൽപാദമല്ല ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കേണ്ടത്. കാരണം ഇത്രയും ഭാരം ഈ കാൽപാദത്തിനാണ് താങ്ങേണ്ടത്. ഈ ഭാരം മുഴുവനും താങ്ങേണ്ടി വരുന്ന കാൽപാദം ഉണ്ടാക്കുന്നത് കളിമണ്ണ് കൊണ്ടും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടുമാണ്. എന്താണ് ആ ദർശനം? എത്ര ശക്തനായ മനുഷ്യനും, എത്ര വലിയ മനുഷ്യനും, എത്ര മഹാനായ മനുഷ്യനും, എത്ര പ്രസിദ്ധനായ മനുഷ്യനും, എത്ര ശക്തനായ മനുഷ്യനും കാൽപാദം കളിമണ്ണാണ്. ഒരു ചെറിയ പ്രലോഭനത്തിൽ വീണുപോകാൻ സാധിക്കുന്ന അത്രയും ദുർബലനാണ്. ചെറിയൊരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന അത്രയും ദുർബലമാണ് മനുഷ്യൻ്റെ കാൽപാദം. അതാ ഏത് സമയത്തും അബദ്ധങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, അതല്ലെങ്കിൽ പ്രലോഭനങ്ങളിലേക്ക്, വശീകരണങ്ങളിലേക്ക് വീണുപോകാൻ സാധിക്കുന്ന അത്രയും മനുഷ്യൻ ദുർബലനാണ് എന്നാണ്, ആ കാൽപാദമാണ് എന്നതുകൊണ്ട് പറയണം. ബാലേട്ടൻ എന്ന സിനിമയിൽ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്നൊരു പാട്ടുണ്ട്. ആ വർഷത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ടാണ്. അച്ഛനെക്കുറിച്ച് മകൻ പാടുന്ന പാട്ടാണ്. അതിലൊരു വരി എന്താണെന്നറിയോ? കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. കുഞ്ഞിക്കാലടി മാത്രമല്ല തെറ്റുക, മുതിർന്നാലും കാലടികൾ തെറ്റും. അപ്പോൾ പ്ലീസ് കം ബാക്ക് എന്ന് പറയാൻ നിങ്ങൾക്കൊരു മനുഷ്യനുണ്ടോ എങ്കിൽ ആകാശത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. മനുഷ്യൻ്റെ അവസ്ഥകളെ, ഓരോ സമയത്തും കടന്നു പോകുന്ന മനുഷ്യരുടെ മനസ്സിൻ്റെ അവസ്ഥകളെ, അവർ കടന്നു വന്ന അനുഭവങ്ങളുടെ ഓരോരോ രീതികളെ ഒക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. കുട്ടിക്കാലം മുതലൊരു മനുഷ്യൻ രൂപപ്പെട്ട അനേകം സാഹചര്യങ്ങളുണ്ട്. ഇന്ന് കടന്നു പോകുന്ന അനേക സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ സാധാരണ യാത്രകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിളിക്കാറുള്ളൊരു ടാക്സി ആളുണ്ട്, ടാക്സി ഡ്രൈവറുണ്ട്. ഈ അടുത്ത് പരിചയപ്പെട്ടതാണ്. അപ്പോൾ കുറച്ച് മുമ്പ് ഒരു യാത്ര കഴിഞ്ഞ് വന്ന് അവനോട് വരാൻ പറഞ്ഞിരുന്നു. അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനെ മെസ്സേജ് അയച്ചു. അങ്ങനെ ഇംഗ്ലീഷിൽ, നമ്മൾ മലയാളത്തിലാക്കിയിട്ട് ഇംഗ്ലീഷ് എഴുതില്ലേ, അങ്ങനെ മെസ്സേജ് അയച്ചു. എത്തി എന്ന് പറഞ്ഞിട്ട്, ETHI, എത്തി. അവന് മെസ്സേജ് കണ്ടു, വായിച്ചു. അപ്പോൾ തിരിച്ചവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഓഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇക്ക നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാനല്ലേ അവനോട് എത്തി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവന് ഓഡിയോ അയച്ചു, എത്തിയിട്ടുണ്ട് അനി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അനീഷ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവനിങ്ങനെ വന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ അവന് എന്നോട് പറയാ, എനിക്ക് ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കരുത് കേട്ടോ, എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മലയാളം വായിക്കൂലേ? ആ മലയാളം കുറച്ചൊക്കെ വായിക്കും, പക്ഷെ എഴുതാൻ അറിയില്ല. അപ്പം സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവുക? ഇവന് പഠിക്കേണ്ട കാലത്ത് പഠിച്ചിട്ടുണ്ടാവില്ല, സ്കൂളിൽ ശരിക്കും പോയിട്ടുണ്ടാവില്ല, ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ വേഗം ഒരു കാര്യം പറഞ്ഞു തന്നു. അപ്പം എനിക്ക് മനസ്സിലായി എന്താണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ നഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്. സ്കൂളിലൊന്നും അവന് ശരിക്കും പോകാൻ പറ്റിയില്ല. ഒരു പാവം അമ്മയെയും ഒരു ചെറിയ വീടിനെയും താഴെയുള്ള 3 അനിയത്തിമാരെയും പഠിപ്പിച്ച്, അവരുടെ കല്യാണം കഴിപ്പിച്ച്, ചെറിയൊരു വീടൊക്കെ വെച്ച്, ഹോട്ടലിൽ ജോലി ചെയ്ത്, ജീപ്പിൽ ജോലി ചെയ്ത്, ലോറിയിൽ ജോലി ചെയ്ത്, ടാക്സി ഓടിച്ച്, സ്വന്തമായി എവിടെ നിന്നൊക്കെയോ പണം സ്വരൂപിച്ച് ചെറിയ കാറ് വാങ്ങി അത് ടാക്സിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന അന്തസ്സോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അവൻ ഇംഗ്ലീഷ് വായിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? എന്തിനവൻ ഇംഗ്ലീഷ്? അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടവൻ. അവൻ്റെ കഥ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ അവനോടുണ്ടാകുന്നത് എന്തായിരിക്കും? ഈ റീസ്പെക്റ്റാണ്. കാരണം ഒന്നുകൂടെ എനിക്ക് മനസ്സിലായി അവനെ, കുറച്ചുകൂടെ ആഴത്തിൽ എനിക്ക് അവനെ മനസ്സിലായി. പക്ഷെ എല്ലാവരും ഒന്നും അവരുടെ കഥകൾ പറയൂല. പറയാതെ കേൾക്കാൻ കഴിയുന്ന അത്രയും നമ്മുടെ കൂടെയുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ എങ്കിലും അവരെയെങ്കിലും പറയാതെ കേൾക്കാൻ കഴിയുന്നത്ര ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ
എനിക്ക് കഴിയണം, നിങ്ങൾക്കും കഴിയണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖമനുഭവിച്ച 1-2 നിമിഷങ്ങളുണ്ട്. അതിലൊന്ന്, വാപ്പ മരണപ്പെട്ട് പിന്നെ വാപ്പയുടെ നമ്പർ ഒരാൾ വാട്സപ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി വാപ്പയുടെ നമ്പർ വേറൊരാൾക്ക് കിട്ടിയിട്ടുണ്ട്, കാരണം അത് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനി ആ നമ്പർ ആവശ്യമില്ല. അങ്ങനെ ആ നമ്പർ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത ഒരു നിമിഷമുണ്ട്. ഉപ്പ കോളിംഗ് എന്ന് പറഞ്ഞിട്ട് എത്രയോ സമയം അതിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു കോള് വരില്ല. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൊരു നിമിഷം. അതുപോലെ ഉമ്മ ഇങ്ങനെ തീരെ വയ്യാതെ ICUയിൽ കിടക്കുമ്പോൾ ഡോക്ടർ അവസാനമായിട്ട് ഞങ്ങളോട് പറയുക, പുറത്തിരിക്കുന്ന ആളുകളോട് ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കയറി. ഞാൻ അവസാനം കയറിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കയറിയിട്ട് ഉമ്മയുടെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിന്നിട്ട് ഉമ്മയോട് മാപ്പ് ചോദിച്ച ഒരു സംഭവമുണ്ട്. ഉമ്മയോട് ഞാൻ കുട്ടിക്കാലത്ത് ചെയ്തൊരു തെറ്റുണ്ട്. ആ തെറ്റിന് മാപ്പ് ചോദിച്ചത് ICUവിലെ അവസാനത്തെ നിമിഷമാണ്. ഉമ്മ എന്നോട് പൊറുക്കണേ എന്ന്. ശരിക്കും മനസ്സിലായി അതൊക്കെ കേൾക്കാൻ കഴിയാത്ത അത്ര ദൂരേക്ക് ഉമ്മ പോയിട്ടുണ്ട്. ഒരു കാലത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോയതിൽ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയതിൽ. അതാ ബാലാമണി അമ്മയുടെ ഒരു കവിതയുണ്ട്, വല്ലാത്തൊരു വരിയ. ആരുള്ളൂ മരിച്ചവർക്ക് അപരാധി ഞാനെന്നൊരാടലേശാതെ. ആരുള്ളൂ മരിച്ചവർക്ക് അപരാധി ഞാനെന്നൊരാടലേശാതെ. മരിച്ചവരെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാത്ത ആരാണുള്ളത്? ഇത്ര വേഗം മരിക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നു. അവൾ ഇത്ര വേഗം പോകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു. അയാൾ ഇത്ര വേഗം പോകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്നാലോചിച്ച് സങ്കടപ്പെടാത്ത ആരാണുള്ളത്? ആരുള്ളൂ മരിച്ചവർക്ക് അപരാധി ഞാനെന്നൊരാടലേശാതെ. ഉപ്പയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അമ്മയും. എനിക്ക് തോന്നാറുണ്ട്, ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന അനുഭവങ്ങൾ എത്ര വലുതാണ്. ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന തീക്ഷ്ണമായ അനുഭവങ്ങൾ എത്രയേറെയാണ്. ഒരു 12 വയസ്സോ 13 വയസ്സോ മുതൽ മെനോപ്പസിൻ്റെ നിമിഷം വരെ അവൾ കടന്നു പോകുന്ന അനേകം അനുഭവങ്ങൾ, ഉള്ളിലെ തീക്ഷ്ണമായ സംഘർഷങ്ങൾ, സഹിക്കാനാവാത്ത സംഘർഷങ്ങൾ, മൂഡ് സ്വിങ്ങുകൾ, പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ അവളുടെ ഓരോ ഡീലിങ്സിലും അവളിങ്ങനെ പ്രകടമാക്കുന്ന അനേകം കാര്യങ്ങൾ കുറച്ച് മാത്രം നമ്മൾ കാണുന്നു. എത്ര തീക്ഷ്ണമായിരിക്കും അയാളുടെ ഉള്ളിൽ അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ. അവൾക്ക് വേണ്ടിയിട്ടാണോ? അവൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, ഈ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ട്. മനുഷ്യവംശം നിലനിർത്താൻ വേണ്ടിയിട്ട് അവളുടെ ഉള്ളിലൊരു ചെറിയ പാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ എത്ര തീക്ഷ്ണമാണെന്ന് ആലോചിച്ചു. എന്തിനാണ് പ്രിയപ്പെട്ട മനുഷ്യർ ഒരാൾ പറയാത്തതൊക്കെ ശ്രദ്ധിക്കാനും, വളരെ കുറച്ചേ മനുഷ്യർ പറയൂ, ബാക്കി കൂടി അറിയാൻ കഴിയുന്ന അത്രയും ഇങ്ങനെ ചേർന്ന് നിൽക്കാനാണ് പ്രിയപ്പെട്ട മനുഷ്യർ. പെർഫെക്റ്റായ മനുഷ്യരെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടില്ല. അതാണ്, പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്റ്റാറ്റസ്, ഇറ്റ് ഈസ് എ പ്രോസസ്. പെർഫെക്ഷനെ തൊടാൻ കഴിയില്ല, തേടാനേ കഴിയൂ. അതാണ് പ്രത്യേകത. തൊട്ടടുത്തിരിക്കുന്ന ഒരാളില്ലേ, ഒരാളുണ്ടല്ലോ അല്ലേ? ഓക്കെ, പതുക്കെ ഒന്ന് കണ്ണടച്ചു പിടിക്കോ, മെല്ലെ മനസ്സിനെ ശാന്തമാക്കി ഉള്ളിലേക്ക് മുഴുവനും ഊർജം കിട്ടുന്നത് പോലെ ശാന്തമായി നിങ്ങളുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുമോ?
ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഊർജം തരുന്നത് പോലെ കണ്ണടച്ച് ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം വെറുതെ ഒരു ശ്വാസമല്ലാതെ ആസ്വദിച്ച് അതിൻ്റെ ഊർജം, എനർജി നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നത് പോലെ, എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കൂ. ഈ ആയുസ്സിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങൾ. ആ മനുഷ്യർ ഇപ്പം നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കൂ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കൂ. അവരോട് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു താങ്ക് യു എന്ന് പറയൂ. താങ്ക് യു. ജീവിതത്തിൽ കിട്ടിയതെല്ലാം നമുക്ക് സമ്മാനിച്ച പരമ്പൊരുളായ പടച്ച തമ്പുരാനോട് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു താങ്ക് യു എന്ന് പറയൂ. ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ ഒന്ന് പതുക്കെ ടച്ച് ചെയ്യൂ, ഒന്ന് തൊടൂ. കൈകൊണ്ട് മെല്ലെ ഒന്ന് തൊടൂ. ഈ അടുത്തിരിക്കുന്ന ആളില്ലേ, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ടവരായി വന്ന മുഴുവൻ മനുഷ്യരുടെയും ഒരു പ്രതിനിധിയായി ഈ ആളെ ഒന്ന് സങ്കല്പിക്കൂ. നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും പ്രിയപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ, അയാളെ ഏറ്റവും സ്നേഹത്തോടെ ഒന്ന് തൊടൂ. ഈ ആളില്ലേ, ഈ ആൾ തെറ്റുകൾ വരുന്ന മനുഷ്യനാണ്. ഈ ആൾ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ അബദ്ധങ്ങളിലേക്ക് ചെന്നു വീഴാൻ സാധ്യതയുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ വശീകരണങ്ങളിലും പ്രലോഭനങ്ങളിലും വീണുപോയി ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിലേക്ക് എത്തിപ്പോകാവുന്ന മനുഷ്യനാണ്. അത്രയേറെ അനിശ്ചിതത്വമുള്ളൊരു ജീവിതത്തിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും പ്രിയപ്പെട്ട മുഴുവൻ മനുഷ്യരും അയാളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വരുമ്പോഴും തെറ്റുകൾ പറ്റുമ്പോഴും മുഴുവൻ മനുഷ്യരും അയാളെ കൈവിടുമ്പോഴും അയാളുടെ കൂടെ ഞാനുണ്ടാകുമെന്ന് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു ദൃഢനിശ്ചയത്തോടെയുള്ള ഒരു വാക്ക് സ്വയം പറയൂ. ആ മനുഷ്യൻ്റെ കൂടെ ഞാനുണ്ടാവും. ആകാശത്തിൻ്റെ ചുവട്ടിൽ ആ മനുഷ്യൻ്റെ കൂടെ ഞാനുണ്ടാവും. ഞാനുണ്ടാവും. പ്ലീസ് കം ബാക്ക് എന്ന് പറയാൻ ഞാനുണ്ടാവും. പതുക്കെ കണ്ണു തുറന്ന്
അടുത്തിരിക്കുന്ന ആൾക്ക് പുഞ്ചിരിയോട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഈ ഭംഗിയുള്ള സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.